Hi students, welcome back to online classes. In the last class we discussed about our problem section based on our first 8 theorems. Okay, this is an important chapter, quadrilateral. You have 10 theorems in this chapter. We already finished 8 theorems and our section 8.1 is a lengthy exercise section. ഓരോ പ്രോബ്ലവും വളരെ വലുതാണ് കണ്ടല്ലോ. നമ്മൾ ഇനി അതിനകത്ത് 2 ക്വസ്റ്റ്യനുകളുണ്ട്, അതാണ് സോൾവ് ചെയ്യുന്നത്. മാക്സിമം 1-2 ക്വസ്റ്റ്യനെ ഒരു ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 2 പാർട്ട് എഴുതിയിട്ടുള്ളൂ ഞാൻ. ഇനി ഇതിന് 4 പാർട്ടുകളുണ്ട്. 6 പാർട്ടാണ് ഈ ക്വസ്റ്റ്യൻ തന്നെ പ്രൂവ് ചെയ്യാനുള്ളത്. സോ ഇന്ന് ഈ സെക്ഷൻ നമ്മൾ തീരും. സോ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമ്മൾ മിഡ് പോയിന്റ് തിയറം, ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് മിഡ് പോയിന്റ് തിയറം സ്റ്റാർട്ട് ചെയ്യും. അവിടെ 2 തിയറം പഠിക്കാനുണ്ട്, മിഡ് പോയിന്റ് തിയറം ആൻഡ് കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. സോ ഇനി നമ്മൾ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് ഡയറക്റ്റ് കിടക്കുകയാണ്. എല്ലാ ക്വസ്റ്റ്യൻസും മീറ്റിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ചെയ്ത് പഠിക്കാനുള്ളതാണ്. മാത്സ് ഈസ് എ സബ്ജക്റ്റ് ഫോർ ഡൂയിങ് സംതിങ്. സോ വായിച്ച് പഠിക്കേണ്ട സബ്ജക്റ്റ് അല്ല. സോ ഡു ദ പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കും. സോ സമയം കളയുന്നില്ല. വി ആർ ഗോയിങ് ടു മൂവ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് ആർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് ആർ ഫിഗർ. In triangle ABC and triangle DEF, AB equal to DE and BC equal to EF. AB equal to DE, also AB parallel to DE. These two sides are equal and parallel. Also BC and EF. These two sides are equal and parallel. And the vertices ABC is joined to the vertices DEF respectively, and we are going to prove the first one. Quadrilateral ABED is a parallelogram. That means ABED, this quadrilateral is a parallelogram. And the second question, same question ആണ് കണ്ടു ഒരുപോലെയാണ് ചെയ്യുന്നത്. Quadrilateral BEFC, that means BEFC, this one BEFC is a parallelogram. Okay, we can start our first question. Okay, so one പാരലോഗ്രാം പ്രൂവ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. നമ്മൾ പഠിച്ച 8 തീരത്തിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലേ. ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ പാരലോഗ്രാം, ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ പാരലോഗ്രാം, ഡയഗണൽ പരസ്പരം ബൈസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ പാരലോഗ്രാം ആണ് പ്രൂവ് ചെയ്യുക. നമ്മൾ ലാസ്റ്റ് തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് തിയറം പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ തിയറമാണ്. ഇവിടെ ഡയറക്റ്റ് തന്നിട്ടുണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ. First one ABED. In quadrilateral ABED, given that AB equal to DE and AP parallel to DE. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രൂഫാണ്. quadrilateral ABED തന്നിട്ടുണ്ട്. AB equal to DE, that means these two sides are equal and also these two sides are parallel. നമ്മുടെ ലാസ്റ്റ് തിയറം എന്താണ്? ഈ ക്വാഡ്രിലാറ്ററൽ ഈസ് എ പാരലോഗ്രാം. ഒരു ക്വാഡ്രിലാറ്ററൽ പാരലോഗ്രാം ആവും ഇഫ് എപ്പോൾ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ. ഇവിടെ നോക്കാം. ABED ഈസ് എ ക്വാഡ്രിലാറ്ററൽ ഹാവിംഗ് the one pair of opposite side AB and ED are parallel and equal. Therefore ABED is a parallelogram. വളരെ സിമ്പിൾ ആണ്. സോ പക്ഷേ നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് എഴുതാം. A quadrilateral is a parallelogram if one pair of opposite sides are parallel and equal. ഇവിടെ ABED എന്ന സൈഡുകൾ പാരലൽ ഈക്വൽ ആണ്. Therefore ABED is a parallelogram. ഓക്കെ, ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു നമ്മളല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? BEFC, that means BEFC. ഇത് പാരലോഗ്രാം ആണ് പ്രൂവ് ചെയ്യാം. സെയിം in quadrilateral
BAFC in quadrilateral BEFC, given that sorry, BLR BC equal to EF and BC parallel to EF. Okay, ഈ ഫിഗറിലും തന്നിരിക്കുന്നതാണ് BC and EF are equal and parallel. ഇവിടെയും സെയിം റീസൺ. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡുകൾ പാരലലും ഈക്വലും ആണെങ്കിൽ അത് എന്തായിരിക്കും? പാരലോഗ്രാം ആയിരിക്കും. ഈ സെയിം റീസൺ ആണ് ഇവിടെ. ഈ സെയിം റീസൺ ആണ് നമുക്ക് ഇവിടെയും വരുന്നത്. അത് ഒന്നുകൂടെ എഴുതുന്നില്ലെന്നേ ഉള്ളൂ. സോ നമ്മൾ എന്ത് കിട്ടും? ഫൈനലി therefore DEFC is a parallelogram. സോ നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ പ്രോബ്ലത്തിലും നമ്മുടെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് യൂസ്ഫുൾ ആണ് വരുന്നത് അല്ലേ? സോ അതുകൊണ്ടാണ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂഫും കൃത്യമായി പഠിച്ചിരിക്കണം, എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, സോ നമ്മുടെ തേർഡ് പാർട്ട് പ്രൂവ് ചെയ്യേണ്ടത് AD പാരലൽ ടു CF ആണ്, AD ഈക്വൽ ടു CF. അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒബിയസ് പാർട്ടായിട്ട് നമുക്ക് ഫോർത്ത് കിട്ടും, ACFD is a parallelogram എന്നുള്ളത്. തേർഡ് പാർട്ട് പ്രൂവ് ചെയ്യും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് AD parallel to CF. These two lines are parallel and equal. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടില്ല, അത് പ്രൂവ് ചെയ്യാം അല്ലേ? സോ നമുക്ക് നേരത്തെ പ്രൂവ് ചെയ്ത് വെച്ചിരുന്നത് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ തേർഡ് പാർട്ട് നമ്മൾ മുമ്പ് എന്തൊക്കെയാണ് പ്രൂവ് ചെയ്തത്? ABED ഒരു പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്തു. അതേപോലെ തന്നെ BEFC ഒരു പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്തു. നമുക്ക് അതിനകത്ത് നോക്കാം. സീൻസ് ABED is a parallelogram. നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തതാണ്. Therefore ABED AD equal to BE and AD parallel to B. Why? Opposite sides of a parallelogram are equal and parallel. നമ്മൾ മുമ്പേ പ്രൂവ് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്നത് ABയും Bയും വെച്ചാണ് നമ്മൾ പ്രൂവ് ചെയ്ത് കണ്ടുപിടിച്ചത്. പാരലോഗ്രാം ആയിക്കഴിഞ്ഞാൽ എന്താണ്? ഈച്ച് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ. റീസൺ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതാം. എന്താണ് റീസൺ? നമുക്ക് ഇക്വേഷൻ കൊടുക്കണം. നമ്മൾ റീസൺ എന്താ എഴുതുന്നു? ഓപ്പോസിറ്റ് sides of parallelogram are parallel and equal. This is equation 1. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, എന്താ? Also BEFC is a parallelogram. BEFC is a parallelogram. അത് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അതുകൂടെ നമുക്കൊരു കാര്യം പറയാം. BEFC പാരലോഗ്രാം ആകുമ്പോൾ നമ്മൾ എന്താണ്? BCEF വെച്ചാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. പക്ഷേ പാരലോഗ്രാം ആകുമ്പോൾ ഇതിൻ്റെ ഈച്ച് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ഈക്വൽ ആവും. അപ്പോൾ BECF എന്താവും? Therefore BE equal to CF and BE parallel to CF. ഓക്കെ, റീസൺ മോളിൽ കൊടുത്തത് തന്നെയാണ്. നോട്ട്ബുക്കിൽ ഡിറ്റോ യൂസ് ചെയ്യരുത്. സെയിം റീസൺ ആയതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്. From equation 1 and 2. Equation 1 equation 2 കൂടെ നോക്കിയത്. Equation 1 നോക്കിയത്. AB equal to BE, BE equal to CF അല്ലേ? AB equal to എഴുതാം. AD എന്ന് പറഞ്ഞാൽ BEക്ക് ഈക്വൽ ആണ്. AD BEക്ക് ഈക്വൽ ആണ്. BE എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? CFന് ഈക്വൽ ആണ്. അതുപോലെ AD parallel to BE. BE എന്തിന് പാരലൽ ആണ്? CFന് പാരലൽ. ഇതിനകത്തും നമുക്ക് എന്ത് കിട്ടും? ADക്ക് BE ഈക്വൽ ആണ്, BEക്ക് CF ഈക്വൽ ആണെങ്കിൽ ADയും CF ഈക്വൽ ആയിരിക്കുമല്ലോ അല്ലേ? അതുപോലെ തന്നെ
എ ഡി ബിക്ക് പാരലാണ്, ബി സി എഫിന് പാരലാണ്. പാരലൈൻസ് എല്ലാം പരസ്പരം പാരല. അതുകൊണ്ട് എ ഡി സി എഫ് എന്തായിരിക്കും? എ ഡി പാരൽ ടു സി എഫ് ഇല്ലേ? അപ്പോൾ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? എ ഡി പാരൽ ടു സി എഫ് ആൻഡ് എ ഡി ഈക്വൽ ടു സി എഫ്. സിമ്പിൾ അല്ലേ? അല്ലേ? നമ്മൾ ഫോർത്ത് പാർട്ട് quadrilateral ACFD is a parallelogram. That means ACFD. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? In ACFD നമ്മൾ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. AD equal to CF and AD parallel to CF. അല്ല, ACFDയിൽ ADയും CFും ഈക്വലും ആണ്, അത് രണ്ടും പാരലും ആണ്. നമ്മുടെ കഴിഞ്ഞ നമ്മൾ തൊട്ട് മുമ്പ് പ്രൂവ് ചെയ്യാൻ വെച്ച സെയിം തിയറം, ആ ഒരു തിയറം വെച്ചാണ് ഫുള്ള് പ്രൂവ് ചെയ്യുന്നത്. എന്താണ്? ഇൻ എ ക്വാഡ്രിലാറ്ററൽ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആൻഡ് ഈക്വൽ, then it is a parallelogram. നമുക്ക് എഴുതാം. ഇൻ എ ക്വാഡ്രിലാറ്ററൽ one pair of opposite sides are parallel and equal, then it is a parallelogram. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്തായാലും എഴുതിയിരിക്കണം. ഏത് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ്. therefore നമുക്ക് എന്ത് പറയാം? ACFD is a parallelogram. കണ്ടോ? നമുക്ക് ഒരു പാർട്ട് പ്രൂവ് ചെയ്യുന്ന ഈ 6 പേരും പാർട്ടുള്ള പ്രോബ്ലത്തിന്റെ പ്രത്യേകത ആണ്. ഫസ്റ്റ് പാർട്ട് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, ആ ഫസ്റ്റ് പാർട്ടിനെ ബേസ് ചെയ്തായിരിക്കും ബാക്കിയുള്ള എല്ലാം വരുന്നത്. ഫസ്റ്റ് സെക്കൻഡ് യൂസ് ചെയ്താണ് നമ്മളിപ്പോൾ തേർഡ് പ്രൂവ് ചെയ്ത്, തേർഡിന്റെ കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് ഫോർത്ത് കിട്ടി. ഓക്കെ, സോ ഫിഫ്ത്ത് പാർട്ട് AC ഈക്വൽ ടു DF എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ പ്രൂവ് ചെയ്ത് എന്തൊക്കെയാണെന്ന് നോക്കുക. ABED is a parallelogram, BCF is a parallelogram. അതുപോലെ നമ്മൾ പ്രൂവ് ചെയ്തു AD parallel to CF and AD equal to CF, then ACFD is a parallelogram. പ്രൂവ് ചെയ്തു. ഇനി ഫിഫ്ത്ത് പാർട്ട്, this AC and DF are equal since ACFD is a parallelogram. അല്ലേ? നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തു ACFD is a parallelogram. ACFD parallelogram ആണെങ്കിൽ therefore AC equal to DF. സിമ്പിൾ പ്രൂഫാണ്. ACFD എന്നത് പാരലോഗ്രാം ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകളായ ACയും FD എന്തായിരിക്കും? പാരലൽ ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. നമുക്കിവിടെ ഈക്വൽ മതി. ഓപ്പോസിറ്റ് റീസൺ എഴുതണം. ഓപ്പോസിറ്റ് sides of parallelogram are equal. വളരെ ചെറിയൊരു കേസായിരുന്നു. ലാസ്റ്റ് പാർട്ട് ഒരു പ്രോബ്ലം ആണ് ഇത്രയും നേരം കൊണ്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ട്രയാങ്കിൾ ABC ആൻഡ് DEF ആർ കോൺഗ്രുവൻ്റ് എന്ന് പ്രൂവ് ചെയ്യുക. നമ്മൾ കോൺഗ്രുവൻസ് ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്, നമുക്ക് നോക്കാം. ഇൻ ട്രയാങ്കിൾ ABC ആൻഡ് triangle DEF. In these two triangles, given that AB equal to D, AB equal to D, AB equal to D. ഒന്നുകിൽ given എഴുതാം, ABED പാരലോഗ്രാം ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാം ആർ ഈക്വൽ എന്ന് എഴുതും. തന്നിട്ടുള്ളതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതും. നെക്സ്റ്റ് BC equal to EF, അതും തന്നിട്ടുണ്ട്. ഓക്കെ, സെയിം റീസൺ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലോഗ്രാം ആർ ഈക്വൽ എന്ന് വേണമെങ്കിൽ എഴുതാം. നെക്സ്റ്റ് സോ ഈ രണ്ട് സൈഡും കിട്ടി. AC ഈക്വൽ ടു DF നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തു. AC equal to DF proved. So side, side, side. Therefore, triangle ABC congruent to triangle DF by
versus congruence rule. സോ നമ്മൾ 6 പാർട്ട് ചെയ്തു. ഇതെല്ലാം കൂടെ ഡയറക്റ്റായിട്ട് നേരെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര്. സോ ഇതുപോലെ ആ പാർട്ടുകൾ വരുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആദ്യം ചെയ്തു തുടങ്ങുന്ന പാർട്ടിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ഫോളോയിങ് ആയിട്ടാണ് ബാക്കിയെല്ലാം വരുന്നത്. ഫസ്റ്റ് സെക്കൻഡ് പാർട്ടിലൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ട് കാണും. ഫസ്റ്റ് ഇപ്പോൾ സെക്കൻഡ് ഉപയോഗിച്ചാണ് തേർഡ് പ്രൂവ് ചെയ്തത്. തേർഡിൽ നിന്നാണ് നമ്മൾ ഫോർത്തിലെത്തിയത്. ഫോർത്ത് വെച്ചാണ് നമ്മൾ ഫിഫ്ത്ത് പ്രൂവ് ചെയ്തത്. ഫസ്റ്റും സെക്കൻഡും ഫിഫ്ത്തും ഉപയോഗിച്ചാണ് നമ്മൾ ലാസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്തിരിക്കുന്നത്. സോ ഇതുപോലെ പാർട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യുക, ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിസ് നോട്ട് ഫ്രോം യുവർ ടെക്സ്റ്റ് ബുക്ക്. ബൈ ചാൻസിന് കണ്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നി. Find the measure of each angle of a parallelogram if one of its angle is 15 degrees less than twice the smallest angle. Distinct like question. Lines and angle ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. സോ പാരലോഗ്രത്തിൻ്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കുക. ആകെ ഒരു കണ്ടീഷൻ മാത്രം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? വൺ ഓഫ് ഇറ്റ്സ് ആംഗിൾ ഈസ് 15 ഡിഗ്രി ലെസ് ദാൻ ട്വൈസ് ദ സ്മാളസ്റ്റ് ആംഗിൾ. ഏറ്റവും ചെറിയ ആംഗിളിനേക്കാൾ എന്താണ്? 15 ഡിഗ്രി ലെസ് ദാൻ ട്വൈസ് ദ സ്മാളസ്റ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ആംഗിൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? സ്മാളസ്റ്റ് ആംഗിളിൻ്റെ ഡബിളിനേക്കാൾ 15 ഡിഗ്രി കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതോ ഒരു ആംഗിൾ. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. വേറെ ഒന്നും തന്നിട്ടില്ല. പാരലോഗ്രത്തിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും തന്നില്ല. പാരലോഗ്രത്തിൻ്റെ ആംഗിൾ പ്രോപ്പർട്ടീസ് ആകെയുള്ള എന്താണ്? ആംഗിളിന് വെച്ച് രണ്ട് പ്രോപ്പർട്ടീസ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലോഗ്രാം ആർ ഈക്വൽ ആൻഡ് കോഇൻസിഡന്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വേരിയബിൾ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ആകെയുള്ളൊരു ഹിൻഡ് ഇവിടെ സ്മാളസ്റ്റ് ആംഗിൾ വെച്ചുള്ളതാണ്. സോ ലെറ്റ് the smallest angle be x. So നമ്മുടെ സ്മാളസ്റ്റ് ആംഗിൾ എന്താണെന്ന് എടുത്തത് x. സ്മാളസ്റ്റ് ആംഗിൾ x എന്ന് എടുത്തപ്പോൾ വേറൊരു ആംഗിളിൻ്റെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട്. സ്മാളസ്റ്റ് ആംഗിൾ അല്ലാതെ വേറൊരു ആംഗിൾ ഉണ്ട്. One of its angle is 15 degree less than twice the smallest angle. So സ്മാളസ്റ്റ് ആംഗിളിന് അടുത്തുള്ള, സ്മാളസ്റ്റ് ആംഗിൾ ഓപ്പോസിറ്റ് പറയണ്ട, അത് സ്മാളസ്റ്റ് ആംഗിൾ ആയിരുന്നു. സോ അപ്പോൾ ഇതിന് അടുത്തുള്ള കോഇൻറ്റീരിയർ ആംഗിൾ. ഇതിന് കോഇൻറ്റീരിയർ ആയിട്ട് വരുന്ന ഒരു ആംഗിളിൻ്റെ പ്രത്യേകത എന്താണ്? ഈ സ്മാളസ്റ്റ് ആംഗിളിൻ്റെ ഡബിളിനേക്കാൾ 15 കുറവാണ്. സോ അതർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ടോയ്സിനേക്കാൾ 15 കുറവായിരിക്കും അല്ലേ? അപ്പം ഈ പാരലോഗ്രത്തിൽ സ്മാളസ്റ്റ് ആംഗിൾ കിട്ടി, അതിന് നിയർ ബൈ ആയിട്ടുള്ള ഒരു കോഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരു ആംഗിളും കിട്ടി ഇല്ലേ? സോ ഒരു ആംഗിളും അതിൻ്റെ കോഇൻറ്റീരിയർ ആംഗിളും കിട്ടിക്കഴിഞ്ഞാൽ പാരലോഗ്രത്തിലുള്ള പ്രോപ്പർട്ടി എന്താണ്? കോഇൻറ്റീരിയർ ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. സോ ഇവിടെ എല്ലാം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ എഴുതും. പിന്നെ പാരലോഗ്രാം കോഇൻറ്റീരിയർ angles are supplementary. കോയിൻറ്റീരിയർ വന്ന് എന്താണെന്ന് അറിയാലോ? ഇപ്പോൾ ABCD എന്നാണ് ഫിഗർ എങ്കിൽ ഇവിടെ എക്സ് ആണെങ്കിൽ ഈ രണ്ട് ആംഗിളിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഈ ആംഗിൾ നമ്മൾ 15 ഡിഗ്രി ലെസ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എത്രയും ആയിരിക്കും? എക്സ്. കാരണം പാരലോഗ്രത്തിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്താണ്? ഈക്വലാണ്. സോ അതുകൊണ്ട് ഇത് എക്സ് ആണെങ്കിൽ, സ്മാളസ്റ്റ് ആംഗിൾ ആണെങ്കിൽ മറ്റ് അതർ ആംഗിൾ അവർ പറഞ്ഞിരിക്കുന്ന അടുത്ത ആംഗിൾ ഒന്നുകിൽ ഇതായിരിക്കും, ഒന്നുകിൽ ഇതായിരിക്കും. രണ്ടായാലും നമുക്ക് കോഇൻറ്റീരിയർ ആംഗിൾ ആണ്. Therefore x plus 2x minus 15 എന്താണ്? 180. That is equal to 3x minus 15 180. 3x equal to 180 minus plus 15 minus 15 transpose to plus 15 195. So next, therefore x equal to 195 by 3, x equal to 65 degree. So നമുക്ക് സ്മാളസ്റ്റ് ആംഗിൾ എത്രയാണെന്ന് കിട്ടി?
65 ഡിഗ്രി നമുക്ക് കിട്ടി അല്ലേ? നമുക്ക് അതർ ആംഗിൾ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ആംഗിൾ comma 2x minus 15 which is equal to 2 into 65 minus 15 130 minus 50 150 അല്ലേ? സോ രണ്ട് ആംഗിൾ കിട്ടി. അതുപോലെ പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ എന്താണ്? ഈക്വൽ ആണ്. സോ അപ്പോൾ ഇത് 65 ആണെങ്കിൽ ഇതും 65, ഇത് 150 ആണെങ്കിൽ ഇതും 155. പക്ഷെ നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഫൈൻഡ് ദ മെഷർ ഓഫ് ഈച്ച് ആംഗിൾ. സോ നമ്മൾ എഴുതിയിട്ടോ therefore the angles of parallelogram are 65 degree, 115 degree, 65 degree and 150 degree. കണ്ടപ്പോൾ അല്പം ടെസ്റ്റിംഗ് ആണെന്ന് തോന്നി. കാരണം ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ഒരെണ്ണം എക്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ കോയിൻറ്റീറോ പ്രോപ്പർട്ടി എന്തിനെങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? കാരണം സ്മാളസ്റ്റ് ആംഗിൾ എക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വൺ ഓഫ് ദ അതർ ആംഗിൾ എന്ന് പറഞ്ഞത് അതിൻ്റെ നിയർ ബൈ ആയിട്ടുള്ള കോയിൻറ്റീറോ തന്നെ ആയിരിക്കും. കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ഇപ്പോൾ പാരലോഗ്രാം ഈക്വൽ ആയതുകൊണ്ട് ഇത് എക്സ് ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എക്സ് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടി ഓപ്പോസിറ്റ് ആംഗിളിന് വരില്ല. സോ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കും. സോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് എക്സസൈസ് 8.1 ആയതല്ലേ? എക്സസൈസ് 8.1 അതിലെ ലാസ്റ്റ് 12th ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇത് ഹോംവർക്ക് ആയിട്ട് 12th ക്വസ്റ്റ്യൻ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 പാർട്ടുണ്ട്. അതിൽ ആദ്യത്തെ പാർട്ട് ചെയ്യുമ്പോൾ തന്നെ ബാക്കി 3 പാർട്ട് എളുപ്പം കിട്ടും. സോ നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു 8.1 എന്നുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് സെക്ഷനാണ് മിഡ് പോയിന്റ് തിയറം ആൻഡ് കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം. ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. സോ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കുക. എക്സ്ട്രാ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. ഞാനൊരു ഗൈഡ് കണ്ടതാണ്. വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. എക്സാമിന് ചോദിക്കാൻ നല്ല പറ്റിയ രീതിയിലുള്ള ക്വസ്റ്റ്യനാണ്. സോ ചെയ്ത് തന്നെ പഠിക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് ചോദിക്കുക. Okay students, today we can conclude our section. We'll be see you on the next class. Thank you.